അപ്പൊ നമുക്ക് കുറച്ച് ഡിസ്കോ ട്രോൾസ് കാണാം. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. ട്രോളിലൊക്കെ എന്തൊക്കെയാണ് നടക്കണതെന്ന് അറിയാലോ. എന്താ ഈ റീൽസ് എടുത്താൽ ഇപ്പം ഒരു സൈഡിൽ ഷാജഹാനും മുംതാസും വേറൊരു സൈഡിൽ തൊപ്പി അവര് എന്തൊക്കെയാണോ എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഒന്നുമില്ല. മെസ്സി ഡ്രിബ്ലിംഗ്. ഡ്രിബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ബേസിക് ബോധമൊക്കെ ഉണ്ട്. ഫുട്ബോൾ കാണത്തില്ലേ കേട്ടോ മുണ്ടശ്ശി. എടാ അപ്പൊ ഈ തട്ടിട്ടത് പെനാൽറ്റി ആണോ? അല്ലല്ലോ ആണോ? ഇത് ഓക്കെ 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 ഓക്കെ. ഇത്രയൊക്കെ നിങ്ങളൊക്കെ എത്രയൊക്കെ ഇപ്പൊ റൊണാൾഡോ ഫാനാന്ന് പറഞ്ഞാലും ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്നവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നത്? എനിക്ക് ധോണിയെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഞാൻ സച്ചിനെ ഒരിക്കലും തെറി പറയൂല. സീരിയസ് ആയിട്ട് ഞാൻ പറയാ. നിങ്ങൾ ഫാൻ ഫൈറ്റ് ആക്കല്ലേ? ഇവരൊക്കെ ലെജൻസ് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് നമ്മൾ രണ്ട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ രണ്ടുപേരുടെയും കഴിവല്ലേ അത്? രണ്ടുപേരെ ആ കമ്പാരിസന് വരുന്നത് തന്നെ പറഞ്ഞാൽ ലെജൻസ് ആയോണ്ടല്ലേ. എന്റെ അമ്മോ അല്ലേ. അണ്ണാ ഞാൻ എന്തായാലും ഒരു പണി ഇല്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കാരണം ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റാൻഡമായി റീൽസ് കാണാൻ കഴിവുള്ള ആൾക്കാരെ റീലും ഐഡിയും ഇവിടെ കൊണ്ടുവന്നിടാനാണ്. അങ്ങനെ ഒരാളെ കിട്ടി. സനൽ സാവിത്രി. ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്ത് അത് ഞാൻ ഇതില് എഫക്റ്റ് എല്ലാം ഇട്ട് എങ്ങനെ ഇരിക്കും? സാവിത്രി ഡു സപ്പോർട്ട് ഹിം ഗൈസ്. കിടിലായിട്ട് പാടുന്നല്ലേ, അടിപൊളിയായിട്ട് പാടുന്നു. മുടി പൊങ്ങിയാ നോക്ക്, കയ്യിലുള്ള മുടി പറയ പൊങ്ങി. എടാ എന്താ സിറ്റുവേഷൻ ആവുമ്പോ വിളിക്കണേടാ. സംസാരമായോ? ആരുടെയാണ് ഇതിനകത്ത് സിറ്റുവേഷൻ? എടാ ഇവനെയും കൊണ്ട് ഈ ലോലനെ ഞാൻ ഉണ്ടല്ലോ, ഇവൻ ഭൂലോക വള്ളിയാണ് ഇവൻ, ഈ ലോലൻ. നിനക്ക് പറ്റുന്നൊക്കെ വിദ്യാലയത്തിൽ പോയി പഠിച്ചിട്ടോ കൊടക്കെ അവിടെ എത്ര കൂടെ അനുസരണ ഞാൻ കരയണോ? ഞാൻ കരയണോ? വേടാ കരയണ്ടേ? മാസാണോ ഇത്? നീ ഇരുന്ന് വിൽക്കണ എന്തിനാണ്? വിൽക്കാതെ പറ. വിൽക്കണിട്ട് പയ്യൻ പറയല്ലേ പയ്യൻ പേടിച്ച്. കുറച്ചുകൂടെ കടിപ്പിച്ചാൽ പിന്നെ നമ്മളെ ഹാപ്പിയല്ലോ. നീ ഇരുന്ന് വിൽക്കല്ലേ പ്ലീസ്. ഇത് വിൽക്കല്ലേ പ്ലീസ്, ഇത് വിൽക്കല്ലേ ബ്രോ. കുറച്ച് ടംഗ്ലർ വാങ്ങിക്കാൻ പൈസ വേണം. 10 രൂപ ടംഗ്ലർ മേടിക്കാൻ പൈസ ആയാരാ? പായസം ഇങ്ങനെ കുടിക്കും.
ഓണം കഴിഞ്ഞ് പൈസ മേടിക്കണ്ടേ? പൈസ ഉണ്ട് ഇവര് വായിൽ വെച്ച് കുടി വായിൽ വെച്ച് കുടിച്ചോ ഞാനെന്ത് ചെയ്യണം എനിക്ക് പൈസ വേണ്ട ബ്രോ എനിക്ക് പൈസ വേണ്ട എനിക്ക് ഞാൻ ഷുഗർ കട്ടാ എനിക്ക് പൈസ വേണ്ട ഓ ഞാൻ കസറിട്ടിരിക്കല്ലോ ബ്രോ കസറിട്ടിരിക്കണതാ അവന്റെ മീറ്റപ്പിന് വന്നപ്പോ ഉണ്ടല്ലോ ഇവന്റെ വായിക്കകത്ത് ആരോ അച്ചടിച്ച് കയറ്റിയേക്കുമായിരുന്നു. ഒരു വാക്ക് ഇവൻ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇവൻ ആകെ എന്നോട് സംസാരിച്ചത് എന്താണെന്നറിയോ? വാസവണ്ണ മുട്ട പുഴുങ്ങിയത് എവിടെ നിന്ന് എടുത്തേന്ന്. ഞാൻ എന്റെ പ്ലേറ്റിൽ മാത്രം ഒരു മുട്ട പുഴുങ്ങിയതിരിക്കണത് കണ്ട്. അതാണ് എന്റെ അടുത്ത് എന്റെ മീറ്റപ്പിൽ ഇവനോട് ചോദിച്ചായിരുന്നു. മനസ്സിലായി? ആദ്യത്തെ മീറ്റപ്പില് ഇവ സംസാരിക്കില്ല. ഇവ വാ തുറക്കൂല. ഇവ എങ്ങനെ സംസാരിക്കണേ? എനിക്ക് പൈസ ഇഷ്ടം നീ പൈസ കൊണ്ടുപോവാ നീ കൊണ്ടുപോവാ എനിക്ക് ഇഷ്ടം കൊണ്ടുപോവാ പൈസ കൊണ്ടുപോവാ പൈസ കൊണ്ടുവരണേ പൈസ കൊണ്ടുപോവാ അതല്ലേ വേണം പൈസ വേണം താ നോക്കട്ടെ ട്രിഗർ ആവട്ടെ കുറച്ച് മൂർധാവിലെത്തട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചെല്ലാം. മായൊരു മുട്ട പപ്സിലെ മുട്ട വരെ തെറിച്ചു പോയെന്ന് എന്തൊക്കെയോ വലുത് പ്ലാൻ ചെയ്ത് ഡോർ തുറന്ന് ഇറങ്ങി വന്നതാ ശുഭം. അതെന്താ BMW ആണല്ലോ. KSRTC ആണോ? എന്താ ഓണടിക്കാൻ എന്താ ഓണടിക്കാൻ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഓണടിക്കണേനെന്താ? എന്താ ആംബുലൻസ് ആണോ? ആംബുലൻസ് ആണോ? എന്താ ആംബുലൻസ് ആണോ? എവിടെ തട്ടിടാ? നീ ഒരു BMW കൊണ്ട് വന്നു ചോദിച്ചെടുക്കണോ? എവിടെ തട്ടി? എടുത്ത് മാറ്റായിരുന്നു വണ്ടി. എന്ത് കോപ്പ്? നീ ഓണടിക്കുമ്പോ എന്താക്കാനാ നീ? എവിടെ തട്ടിയത്? കോപ്പില് നീ ഈ 5 സ്റ്റാർ ഡു നത്തിങ്. ഇവൻ പോവാ എന്നാ ഞാനും തിരിച്ച് കാറ് കയറിയേക്കാം. എടുത്ത് പോകണോർന്ന് നീ വേറെ എവിടെയും പോയി ചലക്കിട്ടോ. എന്താ എടുത്തു മാറ്റോർന്ന് പോണോർന്ന്. അയ്യോ ഇജാതി സീനൊക്കെ പയ്യനെന്തോ പറയാനൊക്കെ വന്നിട്ട് ലാസ്റ്റ് മറന്നുപോയി. എന്താണ് നമ്മള് സംസാരിക്കണത്? അതിലിപ്പോ മറന്നുപോയി അവൻ. നമ്മൾ എന്ത് ഇറങ്ങി വന്ന വണ്ടി ഇവിടെ വന്നത് ഇനി ബാൻ ഓ ബാൻ അടിച്ചോ. ഓക്കെ ഇനി ബാൻ ആദ്യമായി ബ്രോ ഒരു മിനിറ്റ് ഇതെന്താ ബ്രോ? ഒരു ന്യൂ പ്രോജക്റ്റ് ആണ്. വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി റെസ്പോൺസീവ് AI ഗേൾ ഫ്രണ്ട് IG AI. ജസ്റ്റ് എ ഗേൾ ഫ്രണ്ട് AI. Sorry, baby. I am not your ex to do that. വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കും കേട്ടാ. ഇവിടെ കുറച്ചു പേർക്ക് സന്തോഷമായേ. ആരെങ്കിലും മെസ്സേജ് അയക്കട്ടെ എന്ന് വിചാരിച്ചേ ഇരിക്കണവന്മാരുണ്ട് ഇവിടെ. അവർക്ക് സന്തോഷമായേ. അവർക്ക് കുറച്ചു പേർക്ക് സന്തോഷമായേ. അടിയായി സിറ്റുവേഷൻ ആയാ. എടാ ഞാൻ എങ്ങനെ എടാ ഞാൻ എന്തിനളിയാ പോയളിയാ? ഞാൻ പറഞ്ഞല്ല അവിടെ സീനില്ലെന്ന് പറഞ്ഞിട്ട്. നീ എന്ത് പറഞ്ഞു? സീനൊക്കെ തീർന്നു പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ശരി ഇങ്ങനെ കഷ്ടപ്പെട്ട് രാജായിട്ട് കയറിയിട്ട് പിന്നീട് നമുക്ക് ബാക്കി പെൻഡിങ്ങോടെ നോക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. 2025 2012 സ്പീഡ് ഇത്ര വണ്ണം വെച്ചൂടോ? അളിയാ ജിം ഇപ്പൊ ഫുൾ ജിമ്മാന്ന് കളിയാ അവൻ. ബൾക്ക് ചെയ്ത് പോടോ ഇത്ര പെട്ടെന്നോ? ആളിയാ ഫുൾ ജിമ്മ് ഡെയിലി 2 ടൈം ബൾക്കിംഗ് ആണോ ഉപയോഗിച്ചത്? പക്ഷെ പുള്ളി എനിക്ക് ആ ഒരു ഫിസിക്കാരൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൾക്കിംഗ് ആണല്ലേ? കുറച്ച് ലീനായിട്ടല്ലേ അതല്ലേ ഇഷ്ടം. എനിക്ക് അതിന്റെ ഇഷ്ടം.
Did y'all see the clip right there? No. I was sitting right here. I was laying over because I had no friends, bro. കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. താങ്ക് യു സോ മച്ച്. I am pretty sure you don't know this, but you are one of the biggest reason I am still here today. When you played Farmers Valley on Discord, I got curious and I joined your server. I started playing in a free voice chat, and that's where I found some of most amazing people in my life. They are not just friends, they are my family now. There was really a dark time when no one stood by me, not by family, not by friends. The only people who stayed by my side were them. The people I met in the voice chat, they never judged me, they never treated me badly, they accepted me like their own brother. Even though we never met in real life, because of you, I found them. Because of them, I found hope. Because of you and them, I still here, still standing. I can thank you enough from my bottom of the heart. Thank you for the unknowingly changing my life. You gave me a chance when I had none. Thank you, brother. That's why we build a community, brother. Thank you so much, bro. Means a lot. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം സെറ്റാവും. ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാഡ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേ VC-കളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ കുറേ ഈ നിങ്ങൾക്ക് ജനറലിൽ വന്നിരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഓരോ ഗെയിംസ് കളിക്കാൻ, MNS, വാലറന്റ്, ലയസ് ബാർ എല്ലാം കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ VCs ഉണ്ട്. ഇവിടെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ വരുമ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ വന്നിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും. മനസ്സിലായോ? അപ്പോൾ വെറുതെ ഒക്കെ ഇരിക്കണം, ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഷോ അടിക്കണ സമയത്തൊക്കെ ഇവിടൊക്കെ വന്നിരിക്കുക. മനസ്സിലായോ? ഓക്കെ. പോയി കാണും ഓൺലൈൻ. അണ്ണാ ലിങ്കോ? ഡിസ്കോഡ് ലിങ്ക് വെറുതെ ഗൂഗിളില് ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് എന്ന് അടിച്ചാൽ വരും. ഞാൻ കാണിച്ചു തരാം. ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ്. അങ്ങനെ അടിച്ചാൽ വരും. എനിക്ക് കാണിക്കുന്നില്ല. വരും. എക്സ്പേർഡ് ലിങ്ക് കിട്ടുന്നതാണ്. ആണോ? അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. നോക്കട്ടെ. ബ്രോ, യു കോൾ ദിസ് കാർട്ടൂൺ. ഇത് ഏതാ ആനിമി? അത് വന്നതാ ശശി മേസ്തിരി. തിരിഞ്ഞൊരുത്ത ആരോ ഒരുത്ത ഓടിപ്പോണത് കണ്ടിട്ട് എനിക്കങ്ങനെ അറിയാൻ പറ്റും. ഞാൻ ഈ ആനിമി ഒന്നും കാണാറൊന്നുമില്ല. അണ്ണാ, ഞാൻ വരച്ചത് ഒരു 3D എഫക്റ്റ് ആർട്ട് വർക്ക് ആണ്. എങ്ങനെയുണ്ടെന്ന് പറയാമോ? 3D എഫക്റ്റ് I believe it is time to go. Me and the devil walking side by side. ആ ലിപ്സ് കണ്ടോ കളിയാ? Walking side by side. ഒറിജിനൽ ലിപ്സ്. കിടിലം അടിപൊളി. അണ്ണന്റെ സംസാരവും അണ്ണന്റെ ശബ്ദവും. അണ്ണന്റെ സംസാരവും അണ്ണാണിന്റെ ശബ്ദവും. എത്ര പേരുണ്ടായിരുന്നടാ? എത്ര പേരുണ്ടെങ്കിലും എന്നാ? 3 പേരില്ലേ? ഒറ്റ മൈൻഡ്. 3 പേരാ. 3 കോടിയാ മൂഞ്ച് വന്നല്ലിയോടാ. അളിയാ ഫോണിങ് തന്നെ, ഞാൻ പാട്ടിടാം. ഫ്രണ്ടിൽ ഇരിക്കണം മൂഞ്ചാൻ വേണ്ടിയില്ല, ഞാൻ പാട്ടിട്ടോളാം. ഫ്രണ്ടിൽ ഇരിക്കണം, പാട്ടിടും. വണ്ടി കൊറേ നേരം കൊണ്ട് ഓടുന്നു, പെട്രോളൊന്നും അടിച്ചില്ലേ? അതിനിപ്പോ എന്തോ 200 രൂപയ്ക്ക് അടിക്കാം, പേടിക്കൊന്നും വേണ്ട. 20 രൂപ കിട്ടുന്നങ്ങനെ പോന്നെ. ആര് പറഞ്ഞു? ഇന്നോല് 13 കിലോമീറ്റർ മതി. അപ്പോഴാണ് ഈ വാട്ട വണ്ടിക്ക് ഒരു 200 രൂപ അങ്ങോട്ട് പോവും. എന്റെ വണ്ടി ഇങ്ങനെ കൊറേ അവന്മാരുണ്ട്. വണ്ടിയുടെ സീറ്റ് കണ്ട അപ്പൊ ഉറങ്ങും. ഈ കെവിനൊക്കെ ഇല്ല ഗൈസ്, കെവിന്റെ ഒന്നും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല. കെവിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ
കാറിന്റെ സീറ്റ് ഇങ്ങനെ ദൂരെ നിന്ന് കാണിച്ചു കൊടുത്ത് അപ്പം നിൽക്കുന്നിടത്ത് തന്നെ ഉറങ്ങി അങ്ങ് വീണു പോയി. അങ്ങനത്തെ കൊണ്ടച്ചാണ് മനസ്സിലായോ? ചില കയറണം. ഇനിയിപ്പോ 20 മണിക്കൂർ ഉറങ്ങി എണ്ണീറ്റ് വന്നവനാണേലും അവൻ ആ വണ്ടിയുടെ സീറ്റ് കണ്ട അപ്പൊ ഉറങ്ങണം. അളിയൊരു 100 രൂപ കേറി അലമ്പാവല്ലേ. എനിക്ക് 6 മണിക്കുള്ളിൽ വീട്ടിലെത്തും കേട്ടോ, അല്ലെങ്കിൽ ഉമ്മച്ചേനെ അടിക്കും. എന്തോന്ന് ചൂടളി ഈ വണ്ടിയിൽ, ഒന്ന് AC ഇടാവോ? കുറെ നേരായല്ലോ, ഫ്രിഡ്ജല്ലേ തുറന്നു വെച്ചേക്കുന്നത്, പയ്യാൻ കിടക്കത്തുള്ളൂ. ഇവരൊക്കെ ഉറങ്ങാൻ വേണ്ടി വന്നു. ഇവരൊക്കെ എന്നാ വീട്ടിൽ കിടന്ന് ഉറങ്ങിയെന്നാ പിന്നെ കണ്ടൊന്നും ഒരു സ്ഥലത്ത് പോകാൻ കൊള്ളത്തില്ല, മനസ്സിലായോ? ഇയാളുടെ വണ്ടിയാണ് ഇപ്പൊ മെയിന്. എന്നെ ഓടിക്കണം, ഓടിക്കണം പറ്റുമെങ്കിൽ പറഞ്ഞ ഞാൻ ഓടിക്കണം. ബ്രേക്കിംഗ് ഇന്നോവ എടുത്തോണ്ട് വന്നാൽ ഇറങ്ങി ബാണ വണ്ടിക്ക് വണ്ടി അടച്ചു. എന്റെ വണ്ടി എന്റെ ചീർക്ക് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ തുടങ്ങി കൊണ്ടച്ചി പോലെ വണ്ടിയിൽ ഞാൻ ഇറക്കി വിടും. ഞാൻ പറഞ്ഞേക്കാം, കഴിവ് കേട്ടാ കഴിവ്. എടാ ഞാനൊരു പെട്രോൾ അടിച്ചടാ വണ്ടി ഓടേ ആ കാര്യത്തില് മാത്രം യൂണിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂട്ടത്തില്. പറയണ കേക്കു ശ്രീ. ശ്രീ വർഷങ്ങൾക്കപ്പുറത്ത് ആരോ വിളിച്ചതുപോലെ മഴയെ സ്നേഹിച്ച് കൂടെ മടക്കി പിടിച്ച് വഴി നീള മഴ നനഞ്ഞ് പഴയ 2 കുട്ടികളെ ഓർമ്മയുണ്ടോ? എവിടെയോ ഒരു വണ്ണം കൂടിപ്പോയി ചബ്ബി. അതെ അതെ അതെ. ഇറ്റ്സ് അബൌട്ട് ആനിമി. അണ്ണ ആനിമി കാണാൻ പറ്റുന്നില്ല, ആനിമി കാണാനായിട്ടുള്ള ഫീൽ ഇതുവരെ കിട്ടുന്നില്ല എന്ന എവിടെയോ ഇത് പ്രശ്നമാണ്. ഇത് മൂവീസ് അല്ലേ, ഞാൻ മൂവീസ് അല്ല കാണുന്നത്, ഞാൻ കാണുന്ന എന്താ മറ്റേ സീരീസ് ആണ്. ഫേവറേറ്റ് ഏതാ? എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിന്നിരുന്നെന്ന് പറഞ്ഞാൽ വൺ പീസ് ആണ്. പക്ഷെ വൺ പീസ് എന്ന് പറഞ്ഞ സാധനം എഴച്ചില്ല, അത് ഭയങ്കര എഴച്ചില്ല. കാരണം ഞാൻ കോളേജ് 3rd ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ വൺ പീസ് കണ്ടു തുടങ്ങുന്നത്. 1997 ഇതൊക്കെ ഉണ്ടോ? അപ്പൊ 1997 ഇപ്പൊ തുടങ്ങിയ സാധനം അത്. ഓ അല്ലല്ല, ഇപ്പോഴും അത് ഓരോ അതിന്റെ അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്നലെ കൂടെ കണ്ടേ ഉള്ളൂ ലാസ്റ്റ് എപ്പിസോഡ് വൺ പീസിന്റെ. അത് പക്ഷെ ഭയങ്കര ലാഗാ. അത് ഒരിക്കലും ഞാൻ ഒരു സ്റ്റാർട്ടറിന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അതിനെക്കാട്ടിലും ഫീൽ ഗുഡ് സാധനങ്ങൾ വേറെ ഉണ്ട്. ഞാൻ നോക്കട്ടെ കറക്റ്റ് ഒന്നും പറഞ്ഞുതരാം. ഈ ബ്ലാക്ക് ക്ലോവർ ഒക്കെ കണ്ടു പോകും. നമുക്ക് ആനിമയെ പറ്റി പിന്നെ സംസാരിക്കാം. ഞാൻ എന്തായാലും ഇത് കാണാം കൈസ്, ഇത് ഉറപ്പായിട്ടും കാണാം. ഇത് ഞാൻ കണ്ടിട്ട് നാളെ ഞാൻ റിവ്യൂ പറയാം. എവിടെയോ കണ്ട പോലെ കട്ടുന്നില്ലേ? എന്നോട് പറയുന്ന ഗുരുവായൂരില്ല പോയ റീൽസ് എടുക്കാൻ. വിളിച്ചു നോക്ക്. പോണ നമ്മളൊന്നുമല്ല. ഇല്ല ഇത് അവളൊന്നും അല്ല. പോടാ, ഇത് അവളല്ല. പറയാൻ വയ്യ സത്യം പറഞ്ഞ. ഇതെന്താ എന്നെ ബേബി എന്ന് വിളിക്കുന്നത്? എനിക്ക് സൂസനെ ഓർമ്മ വരുന്നു. അവളാണ് എന്നെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ ഫൈൻ. അഴിഞ്ഞാടുന്നുണ്ടാ കണ്ടാ ചില്ലറ കഴിയാണെന്നൊക്കെ അവിടെ. ബാറില് ഡാൻസ് കളിക്കുന്നത്. അന്തേ മോനും ഒരേ കുണമുള്ള 2 എണ്ണം. ഞാൻ അവിടെ ചെരുപ്പിയാണ് ഇപ്പോഴും കാര്യത്തോടെ
അങ്ങനെ പറയണ. Yes, it starts slow, but the ending will be epic. അണ്ണാ എന്നെ പോലെ കുറെ പേര് റിക്വസ്റ്റ് ആണ് അറിയാർ ടു ഫിനിഷ് ചെയ്യണം. I don't know, man. This game's just starting really slow. There's nothing much happening. You're going to cry at the end. Yeah, see, I don't know. സ്പോയിലർ ഉണ്ടോ? സ്പോയിലർ ആണോ? അയ്യോ എന്നാ വേണ്ട. എന്നാ വേണ്ട. കളിക്കണം, എന്തെങ്കിലും ഒരു ദിവസം കളിക്കണം. കളിക്കണേ വിഷയം ഗെയിമാ. RDR സ്ട്രീം ചെയ്യണോടാ. RDR എനിക്ക് സ്ട്രീം ചെയ്തേ പറ്റുള്ളൂ. അണ്ണാ കമ്പൈൻ ചെയ്ത് വരച്ചാണ് എങ്ങനെയുണ്ട്? നമ്മളെ മറ്റേ റെസ്ലിംഗിനൊക്കെ ഓ ഐസടാ. അടിപൊളിയായി. ഐസടാ കിടലം കൊള്ളാം. Only believe in two-step verification. Call it a challenge, it's nothing to me. Make it look easy, it's hard to believe. Look in the mirror, that's how I compete. Now I gotta tell you, you not in my league. Whoa, I don't ever wanna fit in, I'ma stand out. And I never was given no hand. Everything things that I wanna do. Ain't nobody for me, I gotta move. Give me no lessons, I don't wanna hear them. You mad at my shoes, you don't know how I'm feeling. I've been at the top, but I don't got a ceiling. My circle is small, they don't need your opinion. I never follow, I'm born to be leading. I put in the work in the regular season. I'm balling up. സ്റ്റാമിന. അയ്യോ ശരിയാ. എന്നാലും ആ പ്രായത്തിലല്ലേ. പോലീസുകാരുടെ കുടുംബത്തിൽ കയറി തന്നെ നിനക്ക് ഉണ്ടാക്കണം. ഈ ജോർജ് സാർ ആരാന്നറിയാം? നമസ്കാരം. എന്താ ആണോ? ഞാൻ ഡ്രോയിങ് ആണോ? ഇന്നലെ നോക്കണ സ്കിപ്പ് ചെയ്യല്ലേ. എടാ നമ്മുടെ ഈ ഡ്രോയിങ് വീഡിയോ ഒന്ന് ഫിൽട്ടർ ചെയ്യണോടാ. ഒരുപാട് ഡ്രോയിങ് വീഡിയോ വരുന്നുണ്ടാ. ഇത് മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഓപ്പൺ ചെയ്ത് ആക്ച്വലി. നൈസ് സാധനം കേട്ടോ. നല്ല രസം. ഞാൻ ഗെയിം ഓഫ് ഫോൺസ് Across the sea, any sea. They did for me. I was born to rule the Seven Kingdoms, and I will. You were the first to bring Dothraki to Westeros. He is the first to make allies of Wyverns and Northmen. He was named Lord Commander of the Night's Watch. He was named King of the North, not because of his birthright. He has. ആ സീനാണല്ലേ അവർ റെഫറൻസ് എടുത്തേക്കണം മറ്റേ നമ്മുടെ കഴിഞ്ഞ മറ്റേ വീഡിയോ ഉണ്ടാക്കാൻ. No birthright. He's a damn bastard. All those hard sons of bitches chose him as their leader because they believe in him. ബ്രാവോടെ ഫേവറേറ്റ് സീരീസ് ഏതാ ബ്രാവോ? പോയോ? നിങ്ങളുടെയൊക്കെ ബെസ്റ്റ് സീരീസ് ഏതാ ഗൈസ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട? എന്റെ ബ്രേക്കിംഗ് ബാഡ് ആണ്.
പറയാതിരിക്കാൻ വയ്യ. ഞാൻ അതിനുശേഷം അങ്ങനെ ഇരുന്ന് ഒരെണ്ണം കണ്ടിട്ടില്ല ലിറ്ററലി. ഞാൻ അതിനുശേഷം ബ്രേക്കിംഗ് ബാഡിന് ശേഷം ഞാൻ ലിറ്ററലി ഒന്നും ഇരുന്ന് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ മണിയേഴ്സൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഈ ബ്രേക്കിംഗ് ബാഡ് പോലെ ഇരുന്ന് വേറെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞ. ഡാർക്ക് കുറെ പേര് പറയാനുണ്ട്. ലോസ്റ്റ് കണ്ടിട്ടില്ല. ഗെയിം ഓഫ് ത്രോൺസിൽ കുറെ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. നീലൻ രണ്ടു മൂന്ന് മാറി വെച്ചിട്ട് പഴയ പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അവനെ ബിരിയാണി. അപ്പം സിംഗിളോ സ്റ്റാൻഡേർഡ് ഉള്ള സംസാരമൊക്കെ എന്നോണ്ട് വിശ്വസിക്കുക. കളിപ്പാണല്ലേ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? എന്നെ ഉറക്കം ഇപ്പൊ പോയി പോയി. സത്യം എല്ലാരും സത്യം ഇട്ട് എടാ അത് ഈ പടത്തിനെ പറ്റി പറഞ്ഞാടാ. അങ്ങനെ അതാ അങ്ങനെ ഒരുത്തൻ 6ാമത്തെ വള്ളിയായി. ആർപ്പിന്റെ അകത്ത് കളിയാൻ പിന്നെ നിന്റെ അച്ഛന്റെ കാലിനടക്കത്താണോ വള്ളിയായത്? ആര് വള്ളി? കത്തിച്ചുട്ട വള്ളിയൊന്നും വേറെ ഇല്ലല്ലോ, സിറ്റുവേഷൻ അത് സിറ്റുവേഷൻ ഉണ്ടോ? ഇതെന്താ? ഇവനെന്താ പറടാ, ഞാൻ ഇവിടെ അതാരടിച്ചിട്ടപ്പം? അതാരിപ്പൊ നീ രണ്ടാമതടിച്ചിട്ടത്? അവന്റെ കൂടെ രണ്ടുപേരെ എന്താടാ ചുമ്മാ കേറിക്കോ, പറയാൻ പറ്റൂലേ? കാർ സ്പോണാക്കുന്ന സ്ഥലത്തിരിപ്പുണ്ട്. ആര്? നമ്മള് രണ്ടുപേരും എന്തായാലും ഉണ്ട്, വിളിച്ചാൽ മതി. പണ്ട് ഗാനമേളക്ക് ഏറ്റവും അവസാനം പാടിയിരുന്ന പാട്ട് ഇതായിരുന്നു. ഇത് മതി ഉത്സവപ്പറമ്പ് തീയാറാൻ.